ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റായി. രാവിലെയും നല്ല മഴയാണ്, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം വന്ന മഴയൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് നല്ല കാറ്റും ഉണ്ടായിരുന്നേ. സമയം വൈകി പോയില്ലെങ്കിൽ കുറച്ച് നേരം മഴയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബദ്രൂട്ടിനെ കൊണ്ടുപോകാനായിട്ട് ലഞ്ച് റെഡിയാക്കണം. അപ്പോൾ ഇന്നലെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിയ പാടെ തന്നെ ഞാനത് ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ ബദ്രൂട്ടൻ പറഞ്ഞായിരുന്നു അവന് ഫ്രൈഡ് റൈസ് മതി അമ്മാന്ന് പറഞ്ഞ്. അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഞങ്ങൾ ഈ പാത്രങ്ങളൊക്കെ പുറത്തൊരു സ്റ്റാൻഡുണ്ട്, അവിടെയാണ് വെക്കാറ്. അവിടെ പോയി പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചിക്കനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു. കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടാണ് ചിക്കനൊക്കെ കഴുകുന്നത്. കറി ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല. കറി ബദ്രൂട്ടിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് പിന്നെ പതുക്കെ വെക്കുന്നോളെ. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് അത് ഇച്ചിരി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇന്ന് പിന്നെ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് ബദ്രൂട്ടിൻ്റെ കാര്യം മൊത്തം നോക്കോളും. ഇല്ലെങ്കിൽ പിന്നെ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഒരു ഓട്ടമാണ്. ഭയങ്കര പാടാണ് രണ്ടും കൂടെ ചെയ്യുമ്പോഴേ. വെപ്രാളപ്പെട്ട് നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. ഇപ്പോൾ സമാധാനമുണ്ട്. ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ബോക്സിൽ എല്ലാം എടുത്ത് വെച്ച്, സ്നാക്സ് എടുത്ത് വെച്ച്, വാട്ടർ എടുത്ത് വെച്ച്, എല്ലാം നമ്മൾ കിറ്റിനകത്ത് എടുത്ത് വെച്ച് പിന്നെ അവനെ പോയി കുത്തിപ്പൊക്കി എണീപ്പിച്ച് ഭയങ്കര പാടാണ്. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. നമ്മളിതെല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേനും ആളൊതുങ്ങി വരും. അപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ട് നേരെ വെള്ളം അടുപ്പത്തോട് വെച്ചേ, റൈസ് ഇടാൻ വേണ്ടിയിട്ട്. തണുപ്പും പിടിച്ച് എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. സാധാരണ അച്ഛൻ രാവിലെ എണീക്കുന്നതാണ്. രാവിലെ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ അച്ഛനും ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു തണുപ്പും പിടിച്ചേ. ഇതിപ്പം മിക്ക ദിവസവും ബദ്രൂട്ടിന് ഫ്രൈഡ് റൈസ് തന്നെ, ഒന്നെങ്കിൽ വെജിറ്റബിൾ അല്ലെങ്കിൽ ചിക്കൻ മേടിക്കാമെങ്കിൽ ചിക്കൻ. അങ്ങനെ ചോറ് കൊടുത്ത് വിടുകയാണെങ്കിലേ അച്ഛൻ കറി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അതേപോലെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരും. സെപ്പറേറ്റ് കറി കൊണ്ടുപോയി എല്ലാം ഒന്നും കഴിക്കില്ല. ഒന്നെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ, അല്ലെങ്കിൽ ബ്രിഞ്ചാൽ ഫ്രൈ, അല്ലെങ്കിൽ നമ്മുടെ സോയാബീനില്ലേ, സോയാബീൻ ഫ്രൈ ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും വേണം. എന്നൊന്ന് ഫ്രൈ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് നാരങ്ങാച്ചാർ വെച്ച് കൊടുക്കും. ചില ദിവസം ദോശ കൊടുത്ത് വിടാറുണ്ട്. ദോശയുടെ കൂടെ ചമ്മന്തി, നമ്മൾ മൂപ്പിച്ച ചമ്മന്തിയില്ലേ അത് പക്ഷേ കുറച്ചെങ്ങനെ കഴിക്കൂ, ബാക്കി അയാൾ കൊണ്ട് കളയും. പക്ഷേ വാരി കൊടുക്കുകയാണെങ്കിൽ എരിയില്ലാത്ത കറിയാണെങ്കിൽ എല്ലാം കഴിച്ചോളേ. ഇലക്കറികളായാലും പാവയ്ക്കയൊക്കെ കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം അകത്ത് ചെല്ലുമല്ലോ, വളരുന്ന പ്രായമല്ലേ, അപ്പോൾ എല്ലാ പോഷകങ്ങളും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് വാരി കൊടുക്കുന്നതാണ്. എല്ലാവരും പറയും തന്നെ കഴിച്ചോട്ടെ, എന്തിനാ വാരി കൊടുക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ തന്നെ കഴിക്കും. തന്നെ കഴിച്ചു കഴിഞ്ഞാൽ കറിയൊന്നും കഴിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം കറി കഴിക്കാതെ വെറുതെ പച്ചച്ചോറ് വാരി തിന്നാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്. പക്ഷേ ഓരോ പ്രായം കഴിയും തോറും മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് ഈ പപ്പടം അങ്ങനത്തെ സാധനം, പണ്ട് ഈ മധുരങ്ങൾ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു. ഈ ഡയറി മിൽക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പം തുപ്പിക്കളയായിരുന്നു. ഐസ്ക്രീം കുടിക്കില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മതി, എല്ലാം കഴിക്കാം. പണ്ട് കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഇനിയും കുറച്ചുകൂടെ വലുതായി വരുംതോറും ഈ ശീലങ്ങളൊക്കെ മാറും. അപ്പോൾ പിന്നെ നമ്മൾ അതുവരെ നോക്കിയിരിക്കേണ്ട, ഇപ്പോഴല്ലേ, ഇപ്പം ഈ വളരുന്ന പ്രായത്തിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലതല്ലേ. ബീൻസിന് പകരം ക്യാപ്സിക്കം ഇടാറ്. ക്യാപ്സിക്കം ഇടുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും. പ്രത്യേക മണവും കിട്ടും, ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. എന്നും വെക്കുമ്പോൾ ബദ്രൂട്ടിന് മാത്രമേ അരി ഇടാറുള്ളൂ. ഇന്ന് ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ കുറച്ച് കഴിക്കാമല്ലോ ഉച്ചയാകുമ്പോൾ എന്ന് വിചാരിച്ചിട്ടതാണ്. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന അരി പകുതി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്നൊട്ടെന്നെല്ലാം ചെയ്യണം. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ബദ്രൂട്ടിനെ ഉണർത്താറ്. എന്ന് വെച്ചാൽ ഉറങ്ങാനായിട്ട് എന്തായാലും 12 മണിയാവും. അച്ഛനുള്ള ദിവസമാണെങ്കിൽ എത്ര ആയാലും ലേറ്റായിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ. രണ്ടും കൂടെ കളിച്ചുകൊണ്ടിരിക്കും. പാതിരാത്രി വരെ കളിയാണ്. അങ്ങനെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അത് കാരണം 7 മണിയാകുമ്പോഴേ വിളിക്കാറുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ബദ്രൂട്ടിനെ നേരത്തെ എത്താറുണ്ട്. ഒരു 4 മണിയൊക്കെ ആവാറാകുമ്പോഴത്തേനും സ്കൂളിൽ നിന്ന് എത്താറുണ്ട്. അതിന് മുന്നേ 5 മണിയാവും വരാനായിട്ട്. അതായത് കുറേ ഏരിയ ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോഴത്തേനും 5 മണിയാവും. 5 മണിയാകുമ്പോഴത്തേനും ഊപ്പാട് വരും. ബസ്സിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പം ബസ്സിൽ ചേച്ചി പറയും ബസ്സിൽ കയറുന്ന ഉടനെ ഉറക്കം തുടങ്ങുമെന്ന്. എന്ന് വെച്ചാൽ അത് രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. പിന്നെ അങ്ങനെ ശരിയാവുന്ന. രാവിലെ ചായ ഇടേണ്ട ഡ്യൂട്ടി അമ്മയുടെയാണ്. അപ്പോൾ അമ്മ എണീറ്റ് വരുമ്പോഴത്തേനും അമ്മ അങ്ങ് ചായ ഇട്ടോളും. അപ്പോഴത്തേനും ബാക്കി എല്ലാവരും റെഡി ആയിട്ട് വരത്തോളം ചായയൊക്കെ കുടിക്കാനേ.
ഞാനങ്ങനെ രാവിലെ ചായ കാപ്പി അങ്ങനത്തെ സാധനമൊന്നും കുടിക്കാറില്ല, പണ്ട് തൊട്ടേ ഇല്ല. ഇനി വൈകിട്ടെങ്ങാനും എന്തെങ്കിലും ഭയങ്കര ക്ഷീണമോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും കുടിക്കും, ഒരു കട്ടൻ ചായ കുടിക്കും. ചായ കുടി അങ്ങനെയല്ലേ, അത് കാരണം എനിക്കങ്ങനെ രാവിലെ ചായ ഇടേണ്ടി വരത്തില്ല. അമ്മ രാവിലെ ചായ കുടിക്കാറില്ല, അമ്മ പാലും വെള്ളമാണ് കുടിക്കാറ്. അപ്പം അമ്മ ഇടുന്ന കൂട്ടത്തിൽ ബാക്കി എല്ലാവർക്കും കൂടി ഇട്ടോളും. അത് കാരണം ഞാൻ രാവിലെ അങ്ങനെ ഇടാറില്ല, അമ്മ ഇല്ലാത്തപ്പം ഇടും. ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ ആരും അങ്ങനെ ചായ കുടിക്കാറില്ല, അമ്മ മാത്രം കുടിക്കും ചായ. പക്ഷെ അമ്മയ്ക്കും നിർബന്ധമൊന്നുമില്ല, അമ്മ മാത്രം കുടിക്കുന്നത് കൊണ്ട് അങ്ങനെ പാൽ വേടിപ്പ് കുറവാണ്. മിക്കപ്പോഴും കട്ടൻ ചായ ഉപയോഗിക്കാറ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ചായയാണ് പ്രിയം. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിടയ്ക്ക് എല്ലാവർക്കും രാവിലെ ചായ ഇടുമ്പം ഞാൻ ചായ കുടിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അമ്മ എനിക്കെന്താ കോഫി ഇട്ട് വെക്കും, മറ്റേ പാലൊഴിച്ച കോഫി ആയിട്ട് വെക്കാറുണ്ട്. അപ്പം എനിക്ക് രാവിലെ അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. അഥവാ കുടിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇട്ട് കുടിക്കാനാണ് എനിക്കിഷ്ടം. ഇത് അമ്മ രാവിലെ എണീറ്റ് ഇട്ട് വെക്കും, ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും തണുത്ത് അങ്ങനെ വല്ലാണ്ടിരിക്കും. ഞാൻ ആരും കാണാതെ എടുത്ത് കളയാറുണ്ട്. നമ്മൾ ഈ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആദ്യമൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു, പിന്നെ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ അതങ്ങ് സ്റ്റോപ്പായി. അപ്പോൾ ഇപ്പം ഇടത്തില്ല. രാവിലെ നല്ല വൈകിട്ടായാലും കുടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനങ്ങ് അഡിക്റ്റായി പോകും. പിന്നെ ആ സമയമാകുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര എന്തോ പോലെ. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ വൈകുന്നേരം ഇതേപോലെ കട്ടൻ ഇട്ട് കുടിക്കുമായിരുന്നു. അപ്പം സ്ഥിരം ഇങ്ങനെ ആയപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഞാൻ എന്താ സ്ഥിരം കുടിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിയപ്പം ഞാൻ അതിനോട്ട് അഡിക്റ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതുക്കെ അങ്ങ് നിർത്തി. പിന്നെന്തോ വല്ലപ്പോഴും എന്തെങ്കിലും തലവേദന അങ്ങനെ എന്തെങ്കിലും വല്ലാണ്ട് ക്ഷീണം, ഉറക്കം വരിക അങ്ങനെയൊക്കെ ഉള്ളപ്പം വൈകുന്നേരം ഇട്ട് കുടിക്കും. അല്ലാതെ രാവിലെ അങ്ങനെ കുടിയില്ല. കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അതാണിപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി. പക്ഷെ ഇത് കുടിച്ച് ശീലിച്ചവർക്ക് ഇതുണ്ടെങ്കിലേ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇവിടെ അച്ഛനാണ് രാവിലെ നടത്തെ എല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം ആകുമ്പം വന്നിട്ട് അമ്മയെ വിളിച്ചുണർത്തുന്നത്, ചായ ഇടെന്നും പറഞ്ഞിട്ട്. അതായത് ചായ കിട്ടിയില്ലേ എന്തോ ഒരു വല്ലാത്തൊരു വെപ്രാളം പോലെ ഇവിടെ അച്ഛന്. ചായ കിട്ടുന്നിടം വരെ ഇവിടെ കിടന്ന് ചായ ഇട് എന്ന് പറഞ്ഞിട്ടിരിക്കും. അത് എത്ര ചായ കിട്ടിയാലും കുടിച്ചോളും, എത്ര കിട്ടിയാലും ഒരു മടുപ്പുമില്ല, കുടിച്ചോളും ചായ. ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ആദ്യമൊന്നും ബദ്രൂട്ടൻ ചായ കുടിക്കാറില്ലായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ചായ കുടി തുടങ്ങി. അപ്പം ഇവിടുത്തെ അമ്മ അവന് എല്ലാവർക്കും ഇടുമ്പോൾ അവനും കൊടുക്കും ചായ രാവിലെ. ഞാൻ പറയും സ്ഥിരം കൊടുക്കണ്ടെന്ന് പറയും. സ്ഥിരം കൊടുത്ത് പിന്നെ ഇവനും അതിന് അഡിക്റ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോയില്ലേ, അത് കാരണം വല്ലപ്പോഴും കുടിച്ചാൽ മതി എന്നിങ്ങനെ വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പം അവന് സ്ഥിരമായിട്ട് അങ്ങനെ കട്ടനും ചായയൊന്നും കൊടുക്കാറില്ല, വല്ലപ്പോഴും കൊടുക്കും. ഞാൻ ഈ തൊണ്ടയ്ക്കൊക്കെ അസ്വസ്ഥത വരുമ്പം ഞാൻ ഈ മസാലക്കട്ടൻ ഇടാറുണ്ട്, ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട്. അപ്പം അത് ബദ്രൂട്ടിനും കൊടുക്കാറുണ്ട്, തൊണ്ടയ്ക്ക് നല്ലതല്ലേ. അപ്പോൾ അത് അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ അച്ഛനും കൊടുക്കും ഇടുമ്പോഴെല്ലാം. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ രാവിലെ നടത്തമൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് പത്രം വായന തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ഇങ്ങനെ അച്ഛൻ രാവിലെ പറയാറില്ല. പിന്നെ അമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബദ്രൂനെ സ്കൂളിൽ വിടുമ്പം ആ തിരക്കിലാണെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയാറില്ല ചായ വേണമെന്ന്. അത് കാരണം അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറയും. അപ്പം അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ബഹളമാണ്, ചായ ഇടെന്നും പറഞ്ഞു. ചായ സ്ഥിരം കുടിക്കുന്നവർ ആ ഒരു സമയമാകുമ്പം ചായ കിട്ടിയില്ലെങ്കിൽ പറയും ചായ കുടിച്ചില്ല, തലവേദന എടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. ചിലർക്ക് ചായ എന്ന് പറഞ്ഞാൽ പ്രാന്താ, എത്ര കിട്ടിയാലും കഴിച്ചോളാം, ഞങ്ങളുടെ അച്ഛൻ്റെ കൂട്ട്. അപ്പം നമ്മൾ ഈ ചായക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബദ്രൂട്ട് ഒരുങ്ങി വരുന്നുണ്ട്, നല്ല ചിരിച്ചുകൊണ്ടൊക്കെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പം വന്നോടനെ നമ്മൾ രാവിലത്തെ ഉമ്മയൊക്കെ കൊടുത്ത്, എന്നും രാവിലെ ഉമ്മയൊക്കെ കൊടുത്താണ് പോവാറ്. അപ്പം വന്നുടനെ വന്ന് ചെക്ക് ചെയ്യുവാണ് ഇന്ന് എന്തുവാ ലഞ്ചിന്. അതായത് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഈ ഫ്രൈഡ് റൈസ് മതിയെന്ന്, അങ്ങനെ വന്ന് നോക്കുവാണ് എടുത്ത് വെച്ചോ എന്തുവാന്നൊക്കെ. അപ്പോൾ രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുവാ എല്ലാം വന്ന് ചെക്ക് ചെയ്യുവാണ്. രാവിലെ മിക്ക ദിവസവും നമ്മൾ ഈ റാഗി കുറുക്കിയാണ് കൊടുക്കാറ്, അല്ലാണ്ട് വേറെ കൊടുത്തു കഴിഞ്ഞാൽ കവളത്ത് വെച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ചവച്ചിറക്കത്തില്ല. അത് കാരണം കുറുക്കാകുമ്പോൾ പെട്ടെന്ന് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് റാഗിയും കുറുക്കി കൊടുക്കും, മുട്ടയും പുഴുങ്ങി കൊടുക്കും. ഇന്നിപ്പം ഞാൻ വെച്ച് ദോശ കഴിക്കാമെന്ന് വെച്ച്, ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അപ്പോൾ കഴിച്ചോളും. അപ്പം ഫ്രൈ ഉണ്ടായതുകൊണ്ട് ഇയാൾക്ക് സാമ്പാർ വേണ്ട, തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവും.
തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ എന്താ, അതുകൊണ്ട് എന്തോ ആയാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, പെട്ടെന്ന് കഴിക്കത്തില്ല. ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വാരി കൊടുക്കാമെന്ന്. വാരി കൊടുത്തു കഴിഞ്ഞാൽ സാമ്പാർ ഒഴിച്ച് കൊടുക്കുമല്ലോ, അപ്പം ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട്. ഇങ്ങനെ അച്ചാച്ചൻ പത്രം വായിക്കുന്നതും എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെല്ലാം പെട്ടെന്ന് കഴിച്ചു. സ്കൂളിൽ പോകാൻ ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.